ഹലോ നമസ്കാരം. ഞാൻ അമ്മയുടെ ബാബച്ചി, നിങ്ങളുടെ സാൻഡിച്ചി. ഞാൻ സാൻഡി. രമേശ് ചേട്ടാ, ചേട്ടൻ്റെ ആദ്യത്തെ ഫോൺ ഏതായിരുന്നു? എൻ്റെ ഒരു മോട്ടറോള C200 എന്ന് പറഞ്ഞൊരു മോഡൽ. ഓക്കെ. എൻ്റെ പടച്ചോനെ, താത്തയുടെ ആദ്യത്തെ ഫോൺ ഏതായിരുന്നു? അല്ലേ വേണ്ട, പണ്ടേ ബീരാനിക്ക താത്തയുടെ എന്തെങ്കിലും സ്വഭാവം കാരണം അതെവിടെയെങ്കിലും കൊണ്ടേ കുഴിച്ചിടാൻ ഞാൻ സാധ്യത കാണുന്നു. എൻ്റെ ആദ്യത്തെ ഫോൺ ഏതായിരുന്നു നിങ്ങൾക്കറിയോ? ഗസ് ചെയ്തേ. അൽക്കാട്ടിൽ അല്ല. എറിക്സൺ അല്ല, ഒരിക്കലും അല്ല. ലാൻഡ് ഫോൺ. നോക്കിയ ഐഫോൺ. ഞാൻ പറയട്ടെ, ധൂമ ചാലേ 50 രൂപയുടെ ഉത്സവപ്പറമ്പിന് കിട്ടുന്ന സാധനമായിരുന്നു എൻ്റെ ആദ്യത്തെ ഒരു ഫോൺ. എൻ്റെ അമ്മയുണ്ടല്ലോ, ഞാൻ കുറേ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പുള്ളിക്കാരിയുടെ കയ്യും കാലും പിടിച്ച് അവസാനം 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഒരു ഫോം മേടിപ്പിച്ചു. ഫോം മേടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് ഡൗൺലോഡ് ചെയ്തത് ഫേസ്ബുക്ക് ആയിരുന്നു കേട്ടോ. ഫേസ്ബുക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കണ്ടവരെയും കേട്ടവരെയും എല്ലാവരെയും ഞാൻ അതിലെന്തായാലും ഫോളോ റിക്വസ്റ്റ് ഒക്കെ അയച്ച് ഞാനാണെങ്കിൽ ഫ്രണ്ട്സ് ആകാൻ വേണ്ടി നോക്കി. ആ കൂട്ടത്തിൽ എൻ്റെ ഒരു മാമന്മാരും അമ്മായിമാരും ഒന്നും ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ സ്റ്റാൻഡപ്പ് കോമഡി ഒന്നും അല്ലാതായി പോയത്. പക്ഷേ എല്ലാവരും പറയുന്നുണ്ടല്ലോ, ഞാനും പറയും. എൻ്റെ പുള്ളിക്കാരനെ ഞാൻ എന്തായാലും അതിൻ്റെ അത് ആഡ് ചെയ്തു. മാമനെ കൊണ്ട് പൊറുതി മുട്ടിയ ഞാൻ. കാര്യം എന്താണെന്നറിയോ? പുള്ളിക്കാരൻ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും മരുന്ന് കഴിക്കാൻ പറഞ്ഞാലും പുള്ളിക്കാരൻ എന്തായാലും എനിക്ക് ഗുഡ് മോർണിംഗ് മോളെ, ഗുഡ് ആഫ്റ്റർനൂൺ മോളെ, ഗുഡ് ഈവനിങ് മോളെ അയച്ചിരിക്കും. അത് എല്ലാ ദിവസവും വരുന്നത് എങ്ങനെയാണെന്നറിയോ? ഗുഡ് മോർണിംഗ് മോളെ, ഗുഡ് ആഫ്റ്റർനൂൺ മോളെ, ഗുഡ് ഈവനിങ് മോളെ, ഗുഡ് മോർണിംഗ് മോളെ, ഗുഡ് ആഫ്റ്റർനൂൺ മോളെ, ഗുഡ് ഈവനിങ് മോളെ, ഗുഡ് മോർണിംഗ് മോളെ, ഗുഡ് ആഫ്റ്റർനൂൺ മോളെ, ഗുഡ് ഈവനിങ് മോളെ. കണ്ട് ഞാൻ മടുത്തു. അവിടെ ഇരിക്കുന്ന മാമൻ അത് ആക്ച്വലി ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും അത് കണ്ടിട്ട് ഞാനാണെങ്കിൽ വെറുത്തുപോയി. പക്ഷെ അതിൻ്റെ അകത്തുണ്ടല്ലോ, എല്ലാ ദിവസവും രാവിലെ പ്രാവാണെന്ന് പറഞ്ഞിട്ട് കൊളക്കോഴിയുടെ പടമുള്ള സാധനമൊക്കെയാണ് എനിക്ക് അയച്ചു തരുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഡിപ്രഷൻ അടിക്കും. അത് കണ്ടിട്ട് ഞാനിങ്ങനെ ഡിപ്രഷനൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ താഴെ ക്യാപ്ഷൻ, സ്നേഹമാണ് അഖിലസാരം മൂഴിയിൽ. സ്നേഹം. ഈ വൃത്തിയാട്ട മനുഷ്യൻ ഞങ്ങളുടെ വീട്ടിൽ നിന്നൊരു മാവിൻ്റെ ചെറിയൊരല അങ്ങയുടെ പറമ്പത്ത് ചെറുതായിട്ടൊന്ന് വീണെന്നും പറഞ്ഞുകൊണ്ട് ആ മാവിൻ്റെ മൂട് വെട്ടിച്ച മരംകൊത്തി മോറനാണ് അങ്ങേര്. അതിൻ്റെ ഇടയ്ക്കാണ് അങ്ങേരുടെ ഞാൻ പറയുന്നില്ല. ഇത് കാരണം ഞാൻ എന്തായാലും ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്തു ഗൈസ്. ഫേസ്ബുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എടുത്തത് നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറയാം, ഇൻസ്റ്റ ഡൗൺലോഡ് ചെയ്തു. ഇൻസ്റ്റ ഡൗൺലോഡ് ചെയ്ത സമയത്തുണ്ടല്ലോ, എനിക്ക് ആ ടൈമിൽ ഒരു ക്രഷ് ഒരു ചേട്ടനുണ്ടായിരുന്നു. നല്ല കട്ടത്താടിയും ബാഹുബലിയുടെ ബോഡി, നല്ല അടിപൊളി ഒരു ചേട്ടൻ. പുള്ളിക്കാരനെ ഞാൻ അങ്ങോട്ട് ഇങ്ങനെ, പേര് ശംഭു എന്നാന്ന് മാത്രം എനിക്കറിയാം. പക്ഷെ പുള്ളിക്കാരൻ്റെ എന്താ പറയുക, ഒരു രീതിയിലുള്ള അഡ്രസ്സോ അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഇൻസ്റ്റ ID ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ സക്കംബർഗണ്ണൻ പുള്ളിക്കാരൻ എൻ്റെ മനസ്സറിഞ്ഞു. പുള്ളിക്കാരൻ പിറ്റേ ദിവസം രാവിലെ തന്നെ എനിക്കാണെങ്കിൽ പുള്ളിക്കാരൻ്റെ ആ ശംഭുചേട്ടൻ്റെ ഫോട്ടോ എനിക്കിങ്ങനെ അയച്ചു തന്നു. എന്ന് പറയുമ്പോൾ എൻ്റെ സെർച്ച് ഹിസ്റ്ററിയിൽ ഇതൊക്കെ പുള്ളിക്കാരൻ എവിടെയോ ഇരുന്ന് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും പുള്ളിക്കാരന് നന്ദിയുണ്ട്. പുള്ളിക്ക് ഇത് അയച്ചു തന്നപ്പോഴത്തേക്കും ഞാൻ എന്തായാലും പുള്ളിയെ ഫോളോ ചെയ്ത് ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ നല്ല രീതിയിൽ സെറ്റായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, എന്തായാലും ചേട്ടാ നമ്മളെന്തായാലും സെറ്റൊക്കെ ആയില്ലേ, എന്നെ ഒന്ന് പ്രപ്പോസ് ചെയ്തോടെ. ഭയങ്കര റൊമാൻറ്റിക് ആണ് കേട്ടോ എൻ്റെ ശംഭുചേട്ടൻ. പുള്ളിക്കാരനാണെങ്കിൽ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. ഭയങ്കര പാവം ചേട്ടനാണ് കേട്ടോ. പുള്ളിക്കാരനെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒന്ന് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ പോലും പുള്ളി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പഞ്ചപാവം ചേട്ടനാണ്. അപ്പം ഞാൻ ചേട്ടനെ എനിക്കിങ്ങനെ വീഡിയോ അയച്ചു തന്നപ്പോഴത്തേക്കും അതിങ്ങനെയായിരുന്നു, ശംഭുവിൻ്റെ പെണ്ണിനെ ശംഭു ഒരിക്കലും ഒരിടത്തും കൈവിടത്തില്ല, നീയാണെങ്കിൽ പോരുന്നോ ശംഭുവിൻ്റെ പെണ്ണാവാൻ. അവൻ്റെ അണ്ണാക്കിയിരുന്ന ശംഭു എൻ്റെ മോന്തയ്ക്ക് തെറിക്കാഞ്ഞത് എന്തോ ദൈവഭാഗ്യം. എന്നിട്ട് അത് കഴിഞ്ഞ് ആ ഒരു ടൈമിലാണ് ടിക്ടോക്ക് ഇന്ത്യക്കാർ ബാൻ ചെയ്യുന്നത്. ചൈനീസുകാരോടുള്ള സ്നേഹം കാരണമേ ഞാൻ എന്താ പറയുക, ആ സമയത്തും സക്കംബർഗണ്ണൻ ഒരിക്കലും കൈവിടത്തില്ലല്ലോ. പുള്ളിക്കാരൻ റീൽസ് ഇറക്കി പല രീതിയിൽ പല ട്രെൻഡുകൾ വന്നും മായും പോയപ്പോഴത്തേക്ക് ഇപ്പോൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ മെയിൻ ട്രെൻഡ് എന്താണെന്ന് അറിയാമോ? നമ്മളങ്ങോട്ട് തുറക്കുമ്പോൾ തന്നെ 2003 ചെക്കൻ, 2004 പെണ്ണ്, അവൻ്റെ താഴെ ക്യാപ്ഷൻ, 20 വർഷത്തെ പ്രണയം, അവസാനം അത് പൂവണിയുകയാണ് സുഹൃത്തുക്കളെ, ഞങ്ങളുടെ കല്യാണമാണെന്ന്. ആക്ച്വലി ഇവരൊക്കെ എവിടെ വെച്ച് ആദ്യമായിട്ട് കാണുന്നേ? ലേബർ റൂമിൽ വെച്ചോ. അത് കഴിഞ്ഞിട്ട് അടുത്തത് വെറും 1500 കോടി രൂപ
വെറും 1500 കോടി രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര മനോഹരമായ ഈ ഒരു ഫ്ലാറ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1500 കോടി രൂപ പോയിട്ട് എന്നെ ഇപ്പൊ തെക്കോട്ടെടുത്ത എൻ്റെ ദേഹം പുറത്തേക്കാൻ പോലും എൻ്റെ കയ്യിലൊരു കോടിമുണ്ട് മേടിക്കാൻ പോലും എൻ്റെ കാശില്ല. അതിൻ്റെ ഇടയ്ക്കാണ് 1500 കോടി രൂപ. അത് കഴിഞ്ഞ് അടുത്തത്, നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ നല്ല ട്രെൻഡിങ് ആയിട്ട് നല്ല രീതിയിൽ റീച്ച് കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ജസ്റ്റ് ഒരു ചെറിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിക്കുക. അത് ഫസ്റ്റ് കണ്ടന്റ് ആണ് കേട്ടോ. സെക്കൻഡ് കണ്ടന്റിന് ഒരു നഴി അരി എടുക്കുക. ആദ്യത്തെ കണ്ടന്റ് ആദ്യം പറയാം. ഒരു ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ട് അതങ്ങോട്ട് കൈവച്ച് അത് പൊട്ടിക്കുക. പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തുള്ള ഫുള്ള് ബിസ്ക്കറ്റ് എല്ലാം ട്രെയിൻ പോലെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് ഓരോന്നോരോന്നായിട്ട് എണ്ണുക. എണ്ണിയിട്ട് അതെന്തായാലും ആൾക്കാർ നമ്മൾ എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും. അപ്പോൾ ആ എണ്ണയ നമ്പർ അങ്ങോട്ട് പറഞ്ഞിട്ട് ആ ഇതുപോലെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. അതിന് തന്നെ കിട്ടും 1K 100K. അതിൻ്റെ ഇടയ്ക്ക് അടുത്തത് ഒരു നാഴി അരി എടുക്കുക. ഒരു നാഴി അരി എടുത്തിട്ട് അതിൻ്റെ അകത്ത് എത്ര അരി ഉണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ 1, 2, 3 എന്നുള്ള രീതിയിൽ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് അങ്ങോട്ട് കൊടുക്കുക. അപ്പം അതിനും കിട്ടും ഒരു 200K. ഇത് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനും ചെയ്തായിരുന്നു കേട്ടോ. ഞാനും ട്രൈ ചെയ്തു. എനിക്കും കിട്ടി ആവശ്യത്തിന് ലൈക്ക്. എന്നിട്ട് ഞാനാണെങ്കിൽ എന്ത് ചെയ്തു, ഞാൻ ലൈക്കൊക്കെ കിട്ടി ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കമൻറ്റ്, നല്ല കമൻറ്റാണ്, ഞാൻ പറഞ്ഞുതരാം. നിന്നെ ഉണ്ടല്ലോ, നിന്നെ ഒരു കൺമുമ്പ് കിട്ടിയാൽ ഞാൻ നിന്നെ തുപ്പും, നിന്നെ തുടർച്ചയായിട്ട് തുപ്പും. ഇതായിരുന്നു അതിൻ്റെ കമൻറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെങ്കിൽ അതിൻ്റെ വിഷമത്തിലിരുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഞാനാണെങ്കിൽ പിന്നെ ഈ കൊല്ലത്തിൽ തന്നെ ആയിരുന്നു കേട്ടോ. ഞാനൊരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ ആ ഒരു രീതിയിലെങ്കിലും ഇച്ചിരി റീച്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ നാട്ടിലെ 70കളിലെ വസന്ത അമ്മായി പുള്ളിക്കാരി അതിൻ്റെ താഴെ കമൻ്റ് ഇടുക, പെരപ്പുറത്ത് ഉണക്കാനിട്ട തുണി പട്ടി കടിച്ച് കീറിയിട്ട് അതിനെ പോലും അവൾ വെറുതെ വിട്ടില്ലെന്ന്. എന്നിട്ട് അത് കേട്ടപ്പോഴത്തേക്കും ഞാൻ ഡിപ്രസ്ഡ് ആയി ഗൈസ്. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ആ ഒരു വിഷമത്തിൽ ഞാൻ എന്ത് ചെയ്തു, ഞാനാണെങ്കിൽ ഇങ്ങനെ ഇനി അത് ഡിലീറ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്ത് അമ്മായിയുടെ മോൻ മെസ്സേജ് വന്നിട്ട് പറയുക, സോ ബ്യൂട്ടിഫുൾ, സോ എലഗൻറ്റ്, ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ വാവ്. താങ്ക് യു.